ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 21 ഞായർ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 16 അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ഈ ജനങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അതിനുത്തരമായി പത്രോസ് പറയുന്നത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും യേശുനാഥൻ പത്രോസിനെ അഭിനന്ദിക്കുകയും സഭയുടെ തലവനായും സഭയുടെ മൂലക്കല്ലായും ആഴിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ സുവിശേഷം നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്തു ശിഷ്യരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തു ശിഷ്യർ എങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ സുവിശേഷം ഈ ഒരു സംഗതി നടക്കുന്നത് കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന ഒരു പ്രദേശത്തുമാണ്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേസറിയ ഫിലിപ്പി, ഇത് 2 പേരുകൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അതായത് ഈ ഫിലിപ്പ് രാജാവ് സീസർ, അന്ന് റോമ ഭരിച്ചിരുന്ന സീസറിൻ്റെ കീഴിലാണ് അന്ന് ഈ ഇസ്രായേൽ ദേശം മുഴുവനും, ജെറുസലേമൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ആ രാജാവിൻ്റെ പേരും അദ്ദേഹം സീസറിൻ്റെ പേരും തൻ്റെ പേരും കൂടി ചേർത്ത് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലപ്പേരാണ് കേസറിയ ഫിലിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ടെന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവിടെ സീസറിൻ്റെ പേരിൽ ഒരു ദേവാലയം നിലനിന്നിരുന്നതായും അവിടെ പറയുന്നുണ്ട്. അപ്പം അന്ന് ആ നാട്ടിൽ സീസറിനെയാണ് ദൈവമായി ആരാധിച്ചിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരിടത്തിൽ വെച്ചാണ് യേശുനാഥൻ ചോദിക്കുന്നത്, എന്നെക്കുറിച്ച് എന്താണ് ജനങ്ങളുടെ അഭിപ്രായം? അത് നീ എങ്ങനെയാണ് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. യേശുനാഥനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ അപ്പനോ അമ്മയോ തന്ന വിശ്വാസത്തിൽ നിന്നാണോ ഞാൻ ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മുടെ വിശ്വാസമൊക്കെ ആരംഭിക്കുന്ന അങ്ങനെയാണ്. ആരെങ്കിലുമൊക്കെ പറഞ്ഞ അറിവിൽ നിന്ന് വിശ്വാസം ഉണ്ടാകുന്നു, പിന്നീട് അത് എൻ്റെ പേഴ്സണൽ ബന്ധമായി മാറണം. ഞാനും യേശുനാഥനും തമ്മിലുള്ള ഒരു ആത്മാർത്ഥ ബന്ധമായി അത് മാറണം. എൻ്റെ സ്വന്തം ബുദ്ധിയിൽ നിന്നും മനസ്സിൽ നിന്നും വിചാരത്തിൽ നിന്നും ദൈവത്തെ മനസ്സിലാക്കാൻ, യേശുനാഥനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയണം. അപ്പോൾ ആ ഒരു ചോദ്യം വീണ്ടും യേശുനാഥൻ ആവർത്തിക്കുന്നുണ്ട്. നീ ഒരു പക്ഷേ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ നിൻ്റെ പൂർവികരോ സഭയോ തന്ന വിശ്വാസത്തിൽ നിന്നായിരിക്കും ക്രിസ്തുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ നീ ക്രിസ്തുവിനെ പേഴ്സണലായി എങ്ങനെയാണ് അറിയുന്നത്? അതാണ് രണ്ടാമത്തെ ചോദ്യം. അവരെന്താണ് പറയുന്നത്? ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ പറയുന്നുണ്ട്, അവർ പറയുന്നത് നീ പ്രവാചകനാണ്, നീ ഏലിയ ആണ്, നീ സ്നാപയോഹന്നാനാണ്. അത് കേട്ടറിവുകളാണ്. എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് പേഴ്സണൽ ചോദ്യമാണ്. അപ്പോൾ ചോദ്യത്തിന് ഉത്തരമായി പത്രോസ് പറയുന്നത്, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ മിശിഹയാണ്, നീ രാജാവാണ്. ഈ ക്രിസ്തു എന്ന് പറയുന്നത് ഗ്രീക്കാണ്. അപ്പോൾ അതിൻ്റെ മിശിഹ എന്ന് പറയുന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം ദൈവത്താൽ വാഴിക്കപ്പെട്ട രാജാവെന്നാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽക്കാർ കാത്തിരുന്നത് അന്ന് വരെയും അവരെ അടിമത്തത്തിലാക്കിയിരുന്ന ആ രാജാവിനെയൊക്കെ ഒതുക്കി ഇല്ലാതാക്കി ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുന്ന മിശിഹായാണ്. അപ്പോൾ അങ്ങനെ പത്രോസ് പ്രഖ്യാപിക്കുകയാണ്, നീയാണ് ആ മിശിഹ. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്ന ഇടം അത്ര നല്ലൊരു ഇടമല്ല. സീസർ രാജാവായിട്ടുള്ളൊരിടത്തിൽ മറ്റാരെങ്കിലും രാജാവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശിരസ് അവന് നഷ്ടപ്പെടും, അവൻ്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല. അങ്ങനെയുള്ള ഒരിടത്ത് വെച്ചാണ് യേശുനാഥൻ ഈ ഒരു ചോദ്യം പത്രോസിനോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. പത്രോസ് പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഭയപ്പെടാതെ പറയുകയാണ്, നീയാണ് ദൈവം, നീയാണ് ഞങ്ങളുടെ രാജാവ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മളും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സുവിശേഷം നമ്മളോട് പറയാതെ പറയുന്നത് ചില സങ്കടങ്ങളുടെ അല്ലെങ്കിൽ വേദനകളുടെയൊക്കെ നിമിഷത്തിലായിരിക്കും യേശുനാഥൻ എന്നോട് ആ ചോദ്യം ചോദിക്കുന്നത്, ഞാൻ ആരാണ്, ക്രിസ്തു എനിക്ക് ആരാണെന്നുള്ള ചില ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കണ്ടെത്തേണ്ടത് ഞാൻ ചിലപ്പോൾ പെട്ടുപോയിരിക്കുന്ന ചില ഇടങ്ങളിലായിരിക്കും. എൻ്റെ ദുഃഖത്തിൻ്റെയോ സങ്കടങ്ങളുടെയോ രോഗാവസ്ഥയിലൊക്കെ അങ്ങനെ ഞാൻ പതറിപ്പോകാനുള്ള ഇടങ്ങളിലായിരിക്കും ഈ ഒരു ചോദ്യം ആവർത്തിക്കപ്പെടുന്നത്. അവിടെയാണ് എൻ്റെ ചോദ്യം ചെയ്യപ്പെടുന്നത്, എൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നതും എൻ്റെ വിശ്വാസം കാച്ചിക്കുറുക്കിയ പൊന്നുപോലെയൊക്കെ ആക്കിയെടുക്കുന്നത് അവിടെയാണ്. എൻ്റെ വിശ്വാസത്തിൽ എന്തെങ്കിലും വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ്. അതും ചോദ്യം ചെയ്യപ്പെടുന്നത് ഞാൻ പതറിപ്പോകുന്ന ഇടങ്ങളിലാണ്. ഇവിടെ ഏത് സമയവും മരണം സംഭവിക്കാം. ഇത് ആരെങ്കിലും കേട്ട് ഇത് സീസറിൻ്റെയോ അല്ലെങ്കിൽ ഫിലിപ്പിൻ്റെയോ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ മരണമാണ്. അപ്പം അങ്ങനെയുള്ള ഇടത്തിൽ വെച്ച് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പത്രോസ് ഭയപ്പെടുന്നില്ല. ക്രിസ്തുവിൽ അവൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. ആ ധൈര്യമാണ്, യേശുനാഥൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണ് പത്രോസിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. നീ ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ഞങ്ങളുടെ രാജാവാണ്, അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. അപ്പം നമ്മുടെയും ജീവിതത്തിൽ യേശുനാഥനെ ഇങ്ങനെ പ്രഖ്യാപിക്കാനുള്ള ബലം എനിക്കുണ്ടാവണം. അതിന് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഞാൻ ചിതറിപ്പോകും.
പത്രോസിന് അത് സംഭവിക്കുന്നത് കാണാം. ഇതിനുശേഷം ഇന്ന് നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കുന്നില്ല. പിന്നെ ഈ സുവിശേഷത്തിൻ്റെ ബാക്കി ഭാഗത്ത് യേശുനാഥൻ തൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് ഇടറി പോകുന്നുണ്ട്. യേശുനാഥൻ പത്രോസിനെ ശകാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം പത്രോസിന് യേശുനാഥൻ്റെ മരണത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവൻ്റെ വിശ്വാസം ഒന്ന് ഉലയപ്പെടുകയാണ്. അപ്പോൾ അവൻ പതറുകയാണ്. പക്ഷേ ഇവിടെ പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇപ്പോഴും ക്രിസ്തു എപ്പോഴും കൂടെ ഉണ്ടാവുന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ആ രാജാവിനെ പോലും എതിർക്കാവുന്ന ശക്തിയിൽ അവൻ പ്രഖ്യാപിക്കുന്നത്, നീയാണ് ഞങ്ങളുടെ ദൈവം, നീയാണ് ഞങ്ങളുടെ രാജാവ്. അപ്പോൾ അങ്ങനെ യേശുനാഥനെ പ്രഖ്യാപിക്കുന്ന മനുഷ്യർക്ക് അവിടെ നിന്നാണ് പ്രത്യുത്തരമായി നൽകുന്നത്. ഇവിടെ പത്രോസിനെ സഭയുടെ നേതാവും തലവനും മൂലക്കല്ലുമായി യേശുനാഥൻ വാഴിക്കുകയാണ്. എന്നിട്ട് താക്കോൽ അവനെ ഏൽപ്പിക്കുകയാണ്. എല്ലാം കെട്ടാനും അഴിക്കാനുള്ള താക്കോൽ. ഈ കെട്ടാനും അഴിക്കാനുള്ള താക്കോൽ അധികാരത്തിൻ്റെ താക്കോലാണ്. ക്രിസ്തുവിനെ രാജാവായി പ്രഖ്യാപിക്കുമ്പോൾ അതേ ക്രിസ്തു നിന്നെ രാജാവായി പ്രഖ്യാപിക്കണം. നിനക്കാണ് ചില അധികാരങ്ങൾ നൽകുന്നത്. ഇത് ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയെയും യേശുനാഥനെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളാണത്. നിന്നെ അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ചിലത് കെട്ടാനും ചിലത് അഴിപ്പിക്കാനുമാണ്. നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നീ പൂർണ്ണമായും അവനെ ദൈവവും നിന്റെ നാഥനുമായി നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റുപറയുന്നുണ്ടെങ്കിൽ നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കുടുംബത്തിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവൻ ഈ താക്കോൽ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെല്ലാം ഞാൻ എൻ്റെ ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നു, അപ്പോഴെല്ലാം അവൻ എന്നെയാണ് ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്, ഉത്തരവാദിത്തം. ഞാൻ അവനെ രാജാവായി പ്രഖ്യാപിക്കുമ്പോൾ അവൻ എന്നെ രാജാവാക്കുകയാണ്. എനിക്ക് ചില നിയോഗങ്ങൾ തരികയാണ്. ആ താക്കോൽ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇത് ചിലത് കെട്ടാനുള്ളതാണ്. ചില മനുഷ്യരുടെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളൊക്കെ കെട്ടിപ്പടുത്താനുള്ളതിൻ്റെ താക്കോലാണ്. ചിലത് അഴിക്കാനുള്ളതാണ്. ചില മനുഷ്യരെ അവരായിരിക്കുന്ന തിന്മകളെന്ന് അഴിച്ചെടുക്കാനുള്ള ഇടങ്ങളാണ്. ചില ഭവനങ്ങളിലൊക്കെ കെട്ടിക്കിടക്കുന്ന മനുഷ്യരുണ്ട്. പലതിൻ്റെയും അടിമകളായി കിടക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അഴിക്കാനുള്ള, സ്നേഹിക്കാനുള്ള വലിയൊരു അടയാളമാണ് യേശുനാഥൻ തരുന്ന ഈ താക്കോൽ എന്ന് പറയുന്നത്. സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ താക്കോൽ. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം ക്രിസ്തുവിൽ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഓരോ മനുഷ്യനെയും അവൻ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അവൻ്റെ അധികാര സീമയിൽ നിന്നുകൊണ്ട് അവൻ എങ്ങനെയാണോ നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ ചിലത് കെട്ടുകൾ അഴിക്കുകയും ചിലത് ബന്ധിക്കുകയൊക്കെ ചെയ്തത്, അതുപോലെ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തോട്, ഈ കുടുംബത്തോട് ചിലത് അഴിച്ചു കളയാൻ, ചിലത് കെട്ടിയിടാൻ, ചിലവരെ സംരക്ഷിക്കാൻ, ചിലർ അവരെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കേണ്ട കടമ. അങ്ങനെ ഉത്തരവാദിത്വമുള്ള മനുഷ്യരായി ഞാൻ മാറുകയാണ്. വളരെ മനോഹരമായ ഒരു സംഭവം. ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്നതിന് മുൻപ് ഏതാണ്ട് അത് വലിയൊരു മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നു തുടങ്ങിയപ്പോൾ പലരും ഈ രക്ഷപ്പെടാനുള്ള ബോട്ടുകളിൽ ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെയിൻ ഷെഫ്, അവിടുത്തെ മെയിൻ പാചകക്കാരന് രക്ഷപ്പെടാൻ വേണ്ടി പ്രത്യേക ഒരു ബോട്ട് തയ്യാറായി കഴിഞ്ഞിരുന്നു. എന്നാൽ ആ ലൈഫ് ബോട്ടിൽ കയറാൻ ഇദ്ദേഹം കൂട്ടാക്കിയില്ല. പകരം ഇദ്ദേഹം ചെയ്തത്, ഇദ്ദേഹം ഈ കപ്പലിൽ രക്ഷപ്പെട്ടു പോകുന്ന, ലൈഫ് ബോട്ടുകളിൽ രക്ഷപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ബണ്ണ് അദ്ദേഹം ഇങ്ങനെ വിതരണം ചെയ്യുകയായിരുന്നു. ബ്രെഡും ബന്നും ഒക്കെ വിതരണം ചെയ്യുകയായിരുന്നു മനുഷ്യരെ. അപ്പോൾ ഇദ്ദേഹം പാനിക്കായില്ല. ഇദ്ദേഹം വളരെ സാവധാനത്തോടെ ഇദ്ദേഹം ഈ ഫുഡുകളൊക്കെ എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടായിരുന്ന ആ ഒരു പ്രത്യേക നമ്പറിലെ അദ്ദേഹത്തിൻ്റെ ആ സ്ലോട്ട് അദ്ദേഹം വേറൊരു വ്യക്തിക്ക് കൈമാറുകയാണ്. എന്നിട്ട് അദ്ദേഹം സ്വസ്ഥമായി അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്ക് ആഹാരം നൽകുക എന്ന് മാത്രമല്ല, നിങ്ങളെ നോക്കുന്നതും ഞാൻ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ പിന്നീട് സംഭവിച്ചത്, ഈ കപ്പൽ പൂർണ്ണമായും തകർന്നു. ആ തണുപ്പത്ത് എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോയേക്കാവുന്ന കൊടും തണുപ്പത്ത് ഈ മനുഷ്യൻ രക്ഷപ്പെടുന്നുണ്ട്. അത് ഈ മനുഷ്യൻ കാണിച്ച കരുണയും സ്നേഹമൊക്കെ കൊണ്ടായിരിക്കാം. ആ ഉത്തരവാദിത്വം പൂർണ്ണമായും അദ്ദേഹം ഒരു നിയോഗം എന്നതുപോലെ കണക്കാക്കി ആ മനുഷ്യരെ രക്ഷിച്ചതുകൊണ്ട് അദ്ദേഹമാണ് ആ വെള്ളത്തിൽ കിടന്നിട്ടും രക്ഷപ്പെട്ട ഒരു വ്യക്തിയെന്ന് പിന്നീട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് നൽകുന്നൊരു ബോധ്യം ഇതാണ്. എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ചില മനുഷ്യർക്ക് ഞാൻ രക്ഷകനായി മാറുക എന്നുള്ള ഉത്തരവാദിത്വമാണ് എൻ്റെ ക്രിസ്തുനാഥൻ എന്നെ ഏൽപ്പിക്കുന്നത്. ഈ മനുഷ്യരെ പോലെ രക്ഷപ്പെടാവുന്ന ഇടങ്ങളിലൊക്കെ ചില മനുഷ്യരെ രക്ഷപ്പെടുത്തേണ്ട മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ട്. ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ യേശുനാഥനെ രക്ഷകനാഥനുമായി ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ കൂടെയുള്ള മനുഷ്യർക്ക് രക്ഷകനായി മാറുക എന്നുള്ളത്.